السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. പ്രിയങ്കരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് ഈ നാടിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടുള്ള ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, വല്ലപ്പുഴയുടെ അങ്ങാടിയുടെ റോഡരികുകളിൽ റൈറ്റും ലെഫ്റ്റും ഇരുപാർശ്വങ്ങളിൽ ഉച്ചഭാഷണിയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കടയിലെ നല്ലവരായ കച്ചവടക്കാരെ, നാനാജാതി മതസ്ഥരെ, കൃത്യമായി പറഞ്ഞാൽ കുറഞ്ഞ ദിനത്തിന്റെ വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ വല്ലപ്പുഴയിൽ ഇതുപോലെ കഴിഞ്ഞ 2015 ഫെബ്രുവരി 1-ാം തീയതി BJPയുടെ സെൽ കോർഡിനേറ്ററായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനുമായി ഇതുപോലെ ഒരു സൗഹൃദ സമ്മേളനത്തിൽ നമ്മൾ സംബന്ധിച്ചിരുന്നു. പരമകാരുണികനായ പടച്ചവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അസമ്മേളനം മഹാചിന്താബന്ധുരമായി ഭവിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. വീണ്ടും ഒരു 2016 ജനിച്ചു. ജനുവരി 17-ാം തീയതി ഞായറാഴ്ച നമ്മളെല്ലാവരും ഇവിടെ ഒരു സൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ആദരണീയരായ അധ്യക്ഷരെ, വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, ഈ സമ്മേളനത്തിൽ നമ്മെ അഭിസംബോധന ചെയ്ത് ശങ്കര ദർശനത്തിന്റെ മൗലികതയെ തന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ച ബഹുമാന്യനായ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി, ബഹുമാന്യരായ മറ്റുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പ്രിയങ്കരായ സഹോദരന്മാരെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ മനുഷ്യർക്ക് ഏറ്റവും അനുഗ്രഹമായി നൽകിയ ഒന്നാണ് നമ്മുടെ ഏറ്റവും അമൂല്യമായി ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത നമ്മുടെ സമയം.
ബഹുമാനനായ സ്വാമിജി മനുഷ്യന്റെ ഭൗതിക ലോകത്തിന്റെ നിരർത്ഥകതയും ഏറി വന്നാൽ മനുഷ്യർ ഈ ഭൂമുഖത്ത് എത്ര കാലം ജീവിക്കും എന്നതിലേക്കും സൂചന നൽകുകയുണ്ടായി. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ആത്മാവ്, ഈ സമ്മേളനത്തിനൊരു ആത്മാവുണ്ട്. ഈ സൗഹൃദ സമ്മേളനത്തിന് ഒരാത്മാവുണ്ട്. ആ ആത്മാവ് എന്താണ് എന്നാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ രക്ഷയാണ് രക്ഷയെന്നും അവിടുത്തെ ശിക്ഷയാണ് ശിക്ഷയെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ സൗഹൃദ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തെ എന്നല്ല ലോകത്തിലെ ഒരു മതവിഭാഗങ്ങളും ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ നിന്ദ്യരാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരും ദൈവസന്നിധിയിൽ നിന്ദ്യരാകരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലോകത്തിലെ ഒരു മതവിഭാഗവും വ്യത്യസ്ത ദൈവങ്ങളുടെ സന്നിധിയിൽ എത്തുകയില്ല, ഉറപ്പ്. ഹൈന്ദവരുടെ ജീവിതത്തെ വിലയിരുത്താനും അവരുടെ പ്രവർത്തനങ്ങളനുസരിച്ച് രക്ഷാശിക്ഷകൾ നിർണയിക്കാനും ഒരു ഹിന്ദു ദൈവം ഇല്ല. ക്രിസ്ത്യാനികളെ രക്ഷപ്പെടുത്താനും അവരെ ശിക്ഷിക്കാനും യേശുക്രിസ്തു ജഡ്ജിയായി അവിടെ വരില്ല. അന്ന് ആ ന്യായവിധി നാളിൽ ഞാനല്ല വിധിക്കുക, എന്നെ അയച്ചവൻ വിധിക്കും എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ കാര്യം വ്യക്തമാണ്. ക്രിസ്ത്യാനികൾക്ക് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ന്യായം വിധിക്കുന്ന ആളായി അവിടെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയില്ല. ഒരു പ്രവാചകനായിട്ടാണ് ദൈവസന്നിധിയിൽ നാളെ ഈസാ നബി വരിക എന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വചനങ്ങളിൽ പറയുന്നു. ഞാനിവിടെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്, ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ സന്നിധിയിലാണ് എത്തുക. അവിടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. ഭൂമുഖത്ത് ജീവിച്ച കാലത്ത് നിന്റെ ദൈവവിശ്വാസം എന്തായിരുന്നു എന്ന് ചോദ്യമുണ്ട്. വേദഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് ചോദ്യമുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ സൗഹാർദ്ദ പ്രോഗ്രാമിന്റെ ഇതുപോലെ ഒരു നോട്ടീസ്, ഈ നോട്ടീസ് എല്ലാവരുടെ കൈകളിലും കിട്ടിയിട്ടുണ്ടാവും. സൗഹാർദ്ദ സമ്മേളനം, ഈ സമ്മേളനത്തിന്റെ നോട്ടീസിന്റെ ഫ്രണ്ടിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ ആത്മാവ് എന്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. നാനാജാതി മതസ്ഥരെ ബഹുമാനനായ സ്വാമിജി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കൂടെ വന്ന സഹസ്വാമിജി ഉൾപ്പെടെയുള്ള സഹൃദയരെ, ഇതിൽ കുറെ വിഷയങ്ങൾ നോക്കൂ. മതസന്ദേശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മതത്തിന്റെ സന്ദേശങ്ങൾ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. മതവിശ്വാസികൾ പരസ്പരം പോരടിക്കുമ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും സിഖുകാരനും അതുപോലെ ജൂതനും ക്രിസ്ത്യാനിയും ജൂതനും മുസ്ലിമും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ തമ്മിൽ തല്ലുന്ന ഒരു ലോകത്ത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന ഗൗരവകരമായ രണ്ടാമത്തെ വിഷയം. മതത്തിന്റെ പേരിൽ തീവ്രതയും ഭീകരതയും ആരോപിക്കപ്പെടുമ്പോൾ എന്ന ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും ഭയാനകരമായ ഒരു വിഷയത്തെയാണ് നമ്മൾ മൂന്നാമതായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നാലാമതായി മതത്തിന്റെ പേരിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ജ്യോതിഷം അത് ശരിയാണോ തെറ്റാണോ? അതിന്റെ ബുദ്ധിയും സയൻസും ശാസ്ത്രവും എന്താണ്? തങ്ങന്മാരും ബീവിമാരും ആളുകളെ ചതിക്കുന്നു. അതുപോലെ പോട്ടകൾ, ധ്യാന കേന്ദ്രങ്ങൾ മനുഷ്യരെ വഞ്ചിക്കുന്നു, അല്ലേ? ശാന്തി ശുശ്രൂഷയുടെ പേരിൽ ക്രൈസ്തവ പണ്ഡിതന്മാർ മതവിഭാഗത്തെ, സന്യാസത്തിന്റെ പേരിൽ സ്വാമിജിമാർ എല്ലാവരുമല്ല മനുഷ്യരെ ചൂഷണം ചെയ്യുന്നുണ്ട്. മത തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാർ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരിക്കലും കെട്ടിപ്പടുക്കരുത് എന്ന് ജീവിതത്തിന്റെ മരണാന്ത്യത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് പ്രവാചക തിരുമേനിയുടെ അനുയായികൾ തന്നെ ഖബറുകൾ കെട്ടിയുയർത്തി ജൂതക്രൈസ്തവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അനുധാവനം ചെയ്യുന്ന ഒരു ലോകത്ത്
നമ്മുടെ 4ാമത്തെ സബ്ജക്ട് അതാണ്. അന്ധവിശ്വാസങ്ങളെ കുറിച്ച്, അനാചാരങ്ങളെ കുറിച്ച് മതഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു എന്നതാണ്. മതഗ്രന്ഥങ്ങളുടെ സന്ദേശം എന്നതാണല്ലോ നമ്മുടെ ടോപ്പിക്. മതഗ്രന്ഥങ്ങൾ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, 2 ഇതിഹാസ കഥാപാത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ, അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു ലോകത്ത്, അതൊക്കെ വേദങ്ങളായി ഗണിക്കപ്പെടുന്ന ഒരു ലോകത്ത്, സെന്നവസ്തും തെൽമൂദും വേദങ്ങളായി ഗണിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും വേദങ്ങളായി അംഗീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഒടുവിലെ ഗ്രന്ഥമായ, ദൈവിക ഗ്രന്ഥമായ, മോഡറേറ്ററായ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വേദഗ്രന്ഥങ്ങൾ തീവ്രവാദത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? വേദഗ്രന്ഥങ്ങൾ മനുഷ്യരെ തല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? 2 കഷ്ണം ഇറച്ചിയുടെ പേരിൽ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒന്ന്. മതഗ്രന്ഥങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? എന്റെ വിശ്വാസം ശരി എന്ന് പറയാൻ അംഗീകരിച്ച മതം എന്റെ വിശ്വാസം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന തത്വം പഠിപ്പിച്ചിട്ടുണ്ടോ? ഹിന്ദുമതം ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്ന് മുസ്ലിമിനോട് ചിന്തിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഹിന്ദുമതം സനാതന ധർമ്മം നിലനിൽക്കട്ടെ, വേദാന്തി നിലനിൽക്കട്ടെ, വേറെ ഒരാളും ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ടോ? ഭാരതാംബയുടെ കണ്ണിലെ കരടുകളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് ലേഖനം എഴുതപ്പെട്ടിട്ടുണ്ട്. സാംനായിൽ ലേഖനം വന്നിട്ടുണ്ട്, അതുപോലെ കേസരിയിൽ ലേഖനം വന്നിട്ടുണ്ട്, ജന്മഭൂമിയിൽ ലേഖനം വന്നിട്ടുണ്ട്. എന്ത് ലേഖനം വന്നിട്ടുണ്ട്? ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മുസ്ലിമും ഭാരതാംബയുടെ കണ്ണിലെ കരടുകളാണ്. അതിനെ സമ്പൂർണമായി തുടച്ചു നീക്കിയിട്ടല്ലാതെ ഭാരതാംബയുടെ കണ്ണ് കലങ്ങി തന്നെ നിൽക്കും എന്ന് എഴുതിയവരും ഇവിടെയുണ്ട്. ഖുർആനാണ് കുട്ടികളെ കൊല്ലാൻ പറയുന്നത്, പ്രവാചകനാണ് വാളേന്തിയത്, തീവ്രവാദമാണ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നത്, ISIS-നെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്, ജിഹാദ് അത് ആളുകളെ കൊല്ലാനാണ്, ഇതര മതവിഭാഗങ്ങളെ കൊല്ലാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, തുടങ്ങി എമ്പാടും കാര്യങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ. ഇതെല്ലാം ജീവസുറ്റ ചർച്ചകളാണല്ലോ. ഇതിൽ എന്താണ് മതം പറയുന്നത് എന്നറിയാൻ ഒരു ഹിന്ദുവിന് ആഗ്രഹമില്ലേ? ഒരു ക്രിസ്ത്യാനിക്ക് ആഗ്രഹമില്ലേ? ഒരു ജൂതന് ആഗ്രഹമില്ലേ? ഒരു സിഖുകാരന് ആഗ്രഹമില്ലേ? നാനാജാതി മതസമൂഹങ്ങൾ ജീവിക്കുന്ന കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും ആഗ്രഹമില്ലേ? ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങളുടെ മതത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഹൈന്ദവ സന്യാസിമാരെ, സനാതന ധർമ്മത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ദാമ്പത്യത്തെ കുറിച്ച് ഭഗവത്ഗീത എന്ത് പറഞ്ഞു? സാമ്പത്തികത്തെ കുറിച്ച് ഭഗവത്ഗീത എന്ത് പറഞ്ഞു? യുദ്ധത്തെ കുറിച്ച് ഭഗവത്ഗീത എന്ത് പറഞ്ഞു? മക്കളെ വളർത്തുന്നതിനെ കുറിച്ച് ഭഗവത്ഗീത എന്ത് പറഞ്ഞു? ജീവിതത്തിന്റെ A to Z വേദഗ്രന്ഥങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയാൻ ലോകത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മതഗ്രന്ഥങ്ങളുടെ സന്ദേശത്തിലെ ആനുകാലിക സംഭവ വികാസങ്ങളുടെ 4 പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ പോയിന്റ്, മതത്തിന്റെ പേരിലെ ചൂഷണങ്ങൾ വ്യാപകമാകുമ്പോൾ, മതേതരത്വവും മതസൗഹാർദ്ദവും മുതലായവ ഈ സംഗതികളെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ, മതലയനം എന്ന പേരിൽ പലതും നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ, മാനവിക സൗഹാർദ്ദമാണോ മതലയനമാണോ വേണ്ടത്? മതലയനമാണോ വേണ്ടത്? അതാണോ സൗഹൃദം? അങ്ങനെ വളരെ സുപ്രധാനമായ 5-6 പോയിന്റുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ബേദിനില്ല ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇത് മനസ്സിലാകണേ റബ്ബേ, ഇത് ഉൾക്കൊള്ളാൻ കഴിയണേ നാഥ. എല്ലാവർക്കും നമ്മുടെ ബഹുമാനനായ അതിഥി സ്വാമിജി അദ്ദേഹം വളരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, ഒരു 9 മണി വരെ ഞാൻ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ എനിക്ക് പോണം എന്ന് അദ്ദേഹം പറഞ്ഞതായി ഇതിന്റെ സംഘാടകർ അറിയിച്ചു. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 9 മണിയുടെ ഉള്ളിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായും സൗഹൃദ സമ്മേളനങ്ങളുടെ ആത്മാവതാണ്. എല്ലാവരും പരസ്പരം ഏതൊന്നിനെ നമ്മൾ അറിയുന്നില്ലയോ നമ്മൾ അതിന്റെ ശത്രുവായി തീരും. ഷുവർ, ഏതൊന്നിനെ നമ്മൾ അറിയുന്നില്ലയോ നമ്മൾ അതിന്റെ ശത്രുവായി തീരും. നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ടാണ് പലതും നമുക്ക് നടക്കുന്നത്. ക്ഷമയില്ലായ്മ നമുക്കുണ്ട്, അതുപോലെ ആദരവില്ലായ്മ നമുക്കുണ്ട്, ബഹുമാനമില്ലായ്മ നമുക്കുണ്ട്. കാര്യങ്ങളെ അപഗ്രഥാത്മക സ്വഭാവത്തോടുകൂടി പഠിക്കുന്നിടത്ത് നമുക്ക് പരാജയമുണ്ട്. ബൈബിളിൽ ഒരു വാചകമുണ്ട്, പല ക്രിസ്ത്യാനികളും ഈ പ്രസംഗം നാളെ കേൾക്കാമല്ലോ, അല്ലെങ്കിൽ വേറെ ഒരു നാളിൽ ഇത് നെറ്റ് വഴി ലോകത്ത് കേൾക്കുമ്പോൾ ആളുകൾ കേൾക്കാമല്ലോ. സഹോദരങ്ങളെ, ഗൗരവമായി ഒന്ന് കണ്ടു നോക്കിയേ. ബൈബിളിൽ ഒരു വാചകമുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും.
അന്വേഷിപ്പീൻ കണ്ടെത്തും, അല്ലേ? ചോദിപ്പീൻ നൽകപ്പെടും എന്ന്. അപ്പൊ അന്വേഷണമാണ് കണ്ടെത്തലിലേക്ക് എത്തിക്കുക, ആണല്ലോ. ആപ്പിള് തലയിലേക്ക് വീണു. സർ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചു, ആലോചിച്ചു. നമുക്കൊക്കെ ആലോചിക്കാം. വിശുദ്ധ ഖുർആൻ 78 സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എന്നിട്ട് ഖുർആൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ ഭൂരിപക്ഷ ആളുകളും കാര്യം മനസ്സിലാക്കൂല. വല്ലാത്തൊരു വാക്കാണ് ഖുർആന്റെ. 30-ാം അധ്യായം 30-ാമത്തെ വചനം, വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. 3 വിധം. എന്താ 3ന്റെ അർത്ഥം? ജനങ്ങളിൽ അധിക ആളുകളും ദൈവത്തോട് നന്ദി കാണിക്കില്ല, ഇല്ല, നന്ദി കെട്ടവരാണ് എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. മനുഷ്യരിലെ ഭൂരിപക്ഷം ആളുകളും അഗാധമായി ചിന്തിക്കില്ല. മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? മനന സ്വഭാവമുള്ളവൻ മനുഷ്യൻ. മനന സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിന്താശേഷി, അതിനെ പരിപോഷിപ്പിക്കുന്നവൻ. നിന്നും ഇരുന്നും കിടന്നും ആലോചിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അപാരമായൊരു സംഗതിയാണ് നിന്നും ഇരുന്നും കിടന്നും ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ. ഒരിക്കൽ പ്രവാചകൻ ഭാര്യയുടെ സമീപത്തേക്ക് ഓടി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക്, തന്റെ പ്രാണപ്രേയസിയുടെ അടുത്തേക്ക് വികാര നിർഭരമായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. ഭാര്യയുടെ ഊഴമായതുകൊണ്ട് അല്പ റൊമാൻറ്റിക് മൂഡിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അങ്ങയുടെ മാറിടത്തിലേക്ക് എനിക്കൊന്ന് ചായ്ഞ്ഞു കിടക്കണം. പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ശരിയാണ്, ഇന്ന് നിന്റെ ഊഴമാണ്, നിന്റെ സാഹചര്യമാണ്, ഇന്ന് ഞാൻ നിന്നിലേക്ക് വന്നിരിക്കണം, ഒക്കെ ശരിയാണ് ആയിഷ. ദൈവത്തിൽ നിന്ന് 2-3 വചനങ്ങൾ ജിബ്രീൽ എന്ന മാലാക മുഖാന്തരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നമസ്കരിക്കണം. നീ പാഴ എടുത്തിട്ട് ഞാൻ ഉദൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കൈകെട്ടി നമസ്കരിച്ച് കരയുകയാണ്. എന്തിനാ അദ്ദേഹം കരഞ്ഞത്? എന്തിനാ കരഞ്ഞത്? ഹൈന്ദവരെ, ക്രൈസ്തവരെ എല്ലാരും ആലോചിക്കും, എന്തിനാ അദ്ദേഹം കരഞ്ഞത്? ഖുർആനിലെ 2 വചനം, ഖുർആനിലെ ചില വചനങ്ങൾ ഓർത്തിട്ടാ അദ്ദേഹം കരഞ്ഞത്. ഏതാ വചനം? ഖുർആനിന്റെ 3-ാം അധ്യായം 190-ാമത്തെ വചനം, 191-ാമത്തെ വചനം. എന്തായാലും പറയണ നിങ്ങള്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അതിന്റെ അർത്ഥം കേട്ടോളൂ. അറബിയിൽ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? നേർക്ക് നേരെ വളച്ചു കെട്ടി പറയാൻ അറിഞ്ഞുകൂടാ. നേർക്ക് നേരെ അതിന്റെ അർത്ഥം എന്നറിയോ? ആകാശഭൂമികളുടെ നിർമ്മിതിയിലും, ആകാശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, ഭൂമി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു, ഈ ഭൂമിയുടെ സംവിധാനത്തിലും ആകാശത്തിന്റെ മേലാപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതിലും, രാവും പകലും പ്രയാണം നടത്തുന്നതിലും, രാവിലേക്ക് പകലും പകലിലേക്ക് രാവും പ്രവേശിപ്പിക്കുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഖുർആൻ പറയാൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 1450 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറയണെന്ത്? രാപ്പകലുകളുടെ വ്യതിയാനം. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ന്യൂ ഇയർ ഡിസംബർ 31 കള്ളുടിച്ചു തീർത്തു, അല്ലേ? പടക്കം പൊട്ടിച്ചു, 2 വീലറിൽ പോയി, ആക്സിഡന്റ് ഉണ്ടായി, വലിയ കതിനവെടികൾ പൊട്ടിച്ചു. എന്തിനെ? 1 വർഷം തൊലച്ചതിനോ? 1 വർഷം കള്ളു കുടിച്ചു ബോധം കെട്ടതിനോ? 1 വർഷം ജീവിതം യാതൊരു ഉപകാരവുമില്ലാത്ത രാജ്യദ്രോഹപരമായ പ്രവർത്തനം ചെയ്തിട്ടോ? എന്തിന്റെ പേരില്ല മനുഷ്യരെ? അവിടെ അള്ളാഹ് പറയുന്നത്, ഡിസംബർ 31 കഴിഞ്ഞു പോയപ്പോ ഒരു വേദന, ഇനി ഒരിക്കലും 2015 തിരിച്ചു വരില്ല. ഉണ്ടോ? 2015 ഡിസംബർ 31 ഇനി ലോക ചരിത്രത്തിൽ തിരിച്ചു വരില്ല. എല്ലാം ഉറപ്പല്ലേ? ആണ്. ഈ 17-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഒരു 17 ഇല്ല പ്രിയപ്പെട്ടവരെ. ജാനുവരി 17, 2016 ഇനി ലോക ചരിത്രത്തിൽ കോടീശ്വരന്മാർ ഒന്നിച്ച് ശ്രമിച്ചാലും റിട്ടേൺ ഇല്ല എന്ന കാര്യം എല്ലാവരും അറിയണം. നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്സഹ്ഹതു വൽ ഫറാഉ. 2 അനുഗ്രഹങ്ങൾ പ്രവാചകന്റെ മൊഴിമുത്തുകളിലെ, വചനസാഗരങ്ങളിലെ 2 മുത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്. മനുഷ്യരിൽ അധിക പേരും 2 അനുഗ്രഹങ്ങൾ തൊട്ട് വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. ഒന്നൊഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. ആരോഗ്യവും ഒഴിവ് സമയവും ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകന്റെ അനുചരന്മാർ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. The traveler learns that about the road wind up all the way from beginning to end. ഇന്ന് കവി പറഞ്ഞ പോലെ the traveler learns that about the road. പ്രവാചക തിരുമേനി തന്റെ ശിഷ്യന്റെ ഷോൾഡർ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ അബ്ദുല്ലാ, നീ ആവണം കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെ,
ശാശ്വതമായി മണ്ണിൽ അമ്പരചുംബികളായ കൊട്ടാരങ്ങളുടെ ശീതീകരിച്ച റൂമുകളിൽ പർദീസകളിൽ ആർത്തുല്ലസിച്ച് ബ്ലാങ്കറ്റ് ധരിച്ച് എന്നും ജീവിക്കാം എന്ന് നീ വിചാരിച്ചേക്കരുത്. മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്ന് മാനവതയെ ലോകം പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം കടന്നു വന്നത്. ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ വളരെ റിജിഡാണ് എന്നെല്ലാവർക്കും തോന്നാം. ഇസ്ലാം ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ഇല്ല. ഇസ്ലാമിൽ ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ഇല്ല. എന്തുകൊണ്ട് കോംപ്രമൈസ് ഇല്ല? എന്തുകൊണ്ട് കോംപ്രമൈസ് ഇല്ല? അതും ആലോചിക്കണം. പരീക്ഷാ ഓഡിറ്റോറിയത്തിൽ ചെന്നു, ചിന്തിക്കണേ, പോയിന്റാ പറയണേ. പരീക്ഷാ ഓഡിറ്റോറിയത്തിൽ ചെന്നു, തോന്നിയതുപോലെ പരീക്ഷ എഴുതിയ ജയിക്കുവോ? ഇല്ല. ഓനറിയാവുന്ന ഉത്തരം എഴുതിയ ജയിക്കുവോ? ചോദ്യം എന്താണോ കറക്റ്റ് ആൻസർ അല്ലാന്ന് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഹൈന്ദവർക്ക് എതിരഭിപ്രായമുണ്ടോ? ക്രിസ്ത്യാനിക്കെതിരെ അഭിപ്രായമുണ്ടോ? യുക്തിവാദിക്കെതിരെ അഭിപ്രായമുണ്ടോ? സയൻസിലെ ചോദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഓന് കുറെ കാര്യം അറിയാം. അത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുവോ? ജയിക്കുവോ? അതറിവല്ലേ? ആണ്. അതേപോലെ തന്നെയാണ് ദൈവം അവതരിപ്പിച്ചതനുസരിച്ച് ജീവിച്ചാലല്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് ഒരുപാട് വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. അത് ദൈവം അവതരിപ്പിച്ചതാണ്. ആരാണ് ദൈവം? വെരി സിമ്പിൾ, ഖുർആൻ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി എന്തു പറഞ്ഞത്? ആകാശഭൂമികളുടെ നിർമ്മിതിയിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആകാശം ഉണ്ടായതിനു ശേഷമുള്ള കാര്യമല്ല, ആകാശം ആര് നിർമ്മിച്ചു? ഒരു ചോദ്യമാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, ഇതാരെ ഉണ്ടാക്കിയത്? അതൊരു ചോദ്യമാണ്. അന്ന് ശ്രീരാമൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. അന്ന് ശ്രീകൃഷ്ണൻ ഉണ്ടോ? ഇല്ല. യേശുക്രിസ്തു ഉണ്ടോ? ഇല്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? ഇല്ല. ഇല്ല. എല്ലാവർക്കും അറിയാം. അന്ന് മാതാമൃതാനന്ദമയി ഉണ്ടോ? ഇല്ല. രവിശങ്കർ ഉണ്ടോ? സായിബാബ ഉണ്ടായിരുന്നോ? ഇല്ല. ഒരാരും ഉണ്ടായിരുന്നില്ല. നമ്മളുണ്ടായിരുന്നോ? ഇല്ല. ജന്തുലോകം ഉണ്ടായിരുന്നോ? ഇല്ല. ആകാശഭൂമികൾ സൃഷ്ടിച്ചതിന് ശേഷമല്ലേ ജന്തുലോകത്തെ വിന്യസിച്ചത്. അന്ന് കാനനങ്ങളില്ലേ? കാട്ടാറുകളില്ലേ? സാഗരങ്ങളില്ലേ? സാഗരങ്ങളിൽ മത്സ്യങ്ങളില്ലേ? കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങളില്ലേ? ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളില്ല? മാധവ, സുരേന്ദ്ര, ദേവദാസെ, കല്യാണി, ദമയന്തി. ആലോചിച്ചു നോക്കിയേ. അന്ന് ശ്രീകൃഷ്ണനില്ല, അന്ന് യേശുക്രിസ്തുവില്ല. ദ്വാപരയുഗവും ത്രേതായുഗവും കലിയുഗവും ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതൊന്നുമില്ലാത്ത അല്ലാഹു ഈ ലോകത്തെ സൃഷ്ടിച്ച കാലം, ആ പരമേശ്വരൻ അല്ലെങ്കിൽ ആ ജഗദീശ്വരൻ എന്നൊക്കെ പറയുന്ന ശക്തി പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഗൗരവല്ലേ? ബഹുമാനനായ നമ്മുടെ സ്വാമിജിയുടെ മുണ്ടിന്റെ കരയിൽ ഞാൻ ശ്രദ്ധിച്ചു. സ്വാമിജിയുടെ മുണ്ടിന്റെ കരയിൽ നാരായണ 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 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്വാമിജിയുടെ മുണ്ടിന്റെ കരയിൽ നാരായണ. എന്താ നാരായണ? ഞാൻ എന്റെ നാട്ടിലെ പല സ്ഥലങ്ങളിൽ താമസിച്ചപ്പോക്കെ ഒരുപാട് അമുസ്ലിങ്ങളെ എന്റെ കുഞ്ഞുനാളിൽ അറിയാമായിരുന്നു. പിന്നെ കല്യാണി അമ്മ നാരായണ നാരായണ നാരായണ. എന്താ നാരായണ നാരായണ? ഇന്നത്തെ ഹൈന്ദവർക്കറിയോ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ ആശയം? അത് ഉൾക്കൊള്ളുന്ന ആശയം അനുസരിച്ചാണോ ഈ വിളി? നാരായണ 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 എന്ന് വിളിക്കുമ്പോ ആരെയാ ഉദ്ദേശിക്കണേ? ആരാ ഉദ്ദേശിക്കണേ? നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവൻ ആരോ അവൻ. അതാണ് നാരായണ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ സ്വാമിജിയുടെ മുണ്ടിന്റെ താഴെ കണ്ടൊരു വാചകാണ് നാരായണ. നാരായണ എന്ന് പറഞ്ഞ നരകൃത ശുഭാശുഭഗ്രാഹി, മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. ഖുർആനിലെ 35-ാം അധ്യായം 28-ാമത്തെ വചന. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ. അതാരാ? ഈ ലോകത്തിന്റെ നാഥനെയാണ്, പ്രപഞ്ചത്തിന്റെ നാഥനെയാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വരവിശ്വാസിയെയും പാമ്പിനെയും പശുവിനെയും കല്ലും മുള്ളും മുരടും മുറുക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറുകളും അക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോലുകളും ആൽത്താരകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അങ്ങനെ 14 ലോകങ്ങളിലെ സചേതനങ്ങളും അചേതനങ്ങളും മാലാകമാരും ജിന്നുകളും അമ്പിയാക്കളും ബീവിമാരും മുനിമാരും ദേവീ ദേവന്മാരും എല്ലാവരെയും സൃഷ്ടിച്ച നാഥൻ അവനാണ് ആര്? അവനാണ് ആര്? നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവൻ. അവനിലേക്കാണ് മാനവത ചെന്നു ചേരേണ്ടത്. അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ മനുഷ്യൻ ആരാ ദൈവം തിരിച്ചറിയണം. അല്ലെങ്കിൽ പ്രശ്നം എവിടെ? ആരാ മനുഷ്യൻ തിരിച്ചറിയണം. ആരാണ് മനുഷ്യൻ? ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ട വലിയ പ്രശ്നമാണ്. മനുഷ്യനാണോ മൂല്യം? പശുവിനാണോ മൂല്യം? മനുഷ്യനാണോ മൂല്യം? പാമ്പിനാണോ മൂല്യം? മനുഷ്യനാണോ മൂല്യം? പേപ്പട്ടിക്കാണോ മൂല്യം? മനുഷ്യനാണോ മൂല്യം? എലിക്കാണോ മൂല്യം? ചർച്ച ചെയ്യപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം. വിശിഷ്യ ഇന്ത്യയിൽ ഗൗരവമായി. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ?
ഒരു എലീനെ കൊന്നതിന്റെ പേരിൽ മനുഷ്യനെ ചുട്ടുകൊല്ലേണ്ടി വരും. ഒരു 2 കഷ്ണം ഇറച്ചിന്നതിന്റെ പേരിൽ 70 കിലോ ഉള്ള മനുഷ്യനെ ചുട്ടുകൊല്ലേണ്ടി വരും അല്ലേ? ആ അവസ്ഥാവിശേഷം ഉണ്ടായത് എന്തുകൊണ്ടാ? പട്ടിയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. പശുവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. പാമ്പും മനുഷ്യനും തമ്മിലുള്ള വിഷയം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ്. ഇത് മനുഷ്യനെ അറിയണം. അതിന് പച്ച മലയാളത്തിൽ ആളുകളോട് ക്ലിയറായിട്ട് പറയണം. ആളുകൾക്ക് അവ്യക്തത ഉണ്ടാകരുത്. ഈ പ്രസംഗം ഫുള്ളായിട്ട് കേട്ടാൽ ആളുകൾക്ക് കാര്യമായിട്ട് തിരിയണം. നല്ലതേത്, ശരിയേത്, തെറ്റേത്, വിശ്വാസമേത്, കർമ്മമേത്, ആചാരമേത്, അനുഷ്ഠാനമേത്, ധർമ്മമേത്, അധർമ്മമേത്, നീതിയേത്, ന്യായമേത് എന്ന് ലോകത്തെ സകല മനുഷ്യർക്കും തിരിയണം. അത് തിരിയമാറ് ഈ സമ്മേളനം വിജയിക്കണം. ഈ സമ്മേളനമല്ല, ഞാൻ മെനയാന്നൊരു ക്ഷേത്രത്തിലായിരുന്നു, വിഷ്ണുപുരം ക്ഷേത്രം കൊല്ലത്ത്. അവിടെ ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോല നെയ്സുമാർ എന്നൊരു കവി പറഞ്ഞ പോലെ ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോല ഹൈന്ദവർ എന്റെ പ്രസംഗം കേട്ടങ്ങനെ നിന്നു. എങ്ങനെ? ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോല ഹൈന്ദവർ. ജീവിതത്തിൽ ഒരു കേട്ടിട്ടില്ല. ഇസ്ലാം എന്താന്ന് അവർ കേട്ടിട്ടില്ല. ഇസ്ലാം എന്നതാണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. അപ്പൊ ഇസ്ലാം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് ഇസ്ലാം എന്നാണ് ഗൗരവമായി പറയാ. ഇസ്ലാമിൽ ISIS-നെ അംഗീകരിക്കുന്നുണ്ടോ? ഇസ്ലാമിൽ ISS-നെ അംഗീകരിക്കുന്നുണ്ടോ? ഇസ്ലാമിൽ RSS-നെ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇസ്ലാമിൽ നിരീശ്വരത്വമുണ്ടോ? എല്ലാം ചർച്ച ചെയ്യപ്പെടണം. ഇസ്ലാമിൽ ഖബറാരാധന ഉണ്ടോ? ചർച്ച ചെയ്യപ്പെടണം. ഇസ്ലാമിൽ ജ്യോത്സ്യമുണ്ടോ? ഇല്ല. ഇസ്ലാം കൈനോട്ടുണ്ടോ? ഇല്ല. തങ്ങന്മാരും ബീവിമാരും ഭാവി പ്രവചിക്കുന്നു. ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എല്ലാവരും ക്ലിയറായി. ഇസ്ലാം നിലവിളക്ക് കൊളുത്തുവോ? ഇല്ല. നിലവിളക്ക് കൊളുത്തുന്നവനെ തല്ലുവോ? ഇല്ല. ദാറ്റ്സ് ഓൾ. ക്ലിയർ. നിലവിളക്ക് ഒരുത്തം കൊളുത്തി, ഓനെ തല്ലാൻ അവകാശമുണ്ടോ? ഇല്ല. മമ്മൂട്ടി കൊളുത്തി, തല്ലുവോ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തല്ലിയോ? ഇല്ല. എന്തേ കാരണം? അത് അവന്റെ വിശ്വാസമാണ്. ഒരാൾക്ക് പശുവിനെ ആരാധിക്കണം. ഇന്ത്യ രാജ്യം അനുവദിച്ചത് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുകൊണ്ട് ആർക്കാർക്ക് എന്താ പ്രശ്നം? ഇവിടെ ലിംഗത്തെ ആരാധിക്കുന്നു, ശരിയല്ലേ? ഇവിടെ യോനി ആരാധിക്കപ്പെടുന്നു, ശരിയല്ലേ? ഇവിടെ എന്തും ആരാധിക്കപ്പെടുന്നു, ശരിയാണോ? ആണ്. എങ്കിൽ ആ ആരാധന ശരിയോ തെറ്റോ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അത് ആരാധിക്കാൻ ഒരാൾ വിചാരിച്ചാൽ ഓനയിന് അംഗീകാരം ഉണ്ടോ? ഉണ്ട്. ഓനയിന് അവകാശമുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന 25, 26, 27, 28, 29, 30 ഖണ്ഡികകൾ. ഏത് വിദ്യാഭ്യാസം അവന്റെ ഇഷ്ടമാണ്. എന്തിനെ ആരാധിക്കണം? അതവന്റെ ഇഷ്ടമാണ്. ഒരാൾക്ക് എലിയെ ആരാധിക്കണം, ഓൻ ആരും എതിർക്കില്ല. പക്ഷെ അവനും കുറെ ആളും കൂടി ചേർന്നിട്ട് ഈ ഗ്രാമത്തിൽ ഇനി എലീനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാലോ കപ്പ കൃഷിക്കാർ തെണ്ടിപ്പോവും. അതുണ്ടായിരുന്നു. വളരെ ക്ലിയർ, റൂട്ട് വളരെ ക്ലിയർ ആണ്. ഒരു മതം ഒരാളെ പേരിലോ അടിച്ചേൽപ്പിക്കരുത്. അതാണ് ക്ലിയറായ ആദ്യത്തെ പോയിന്റിൽ. നമുക്ക് ഓരോ പോയിന്റ് എടുക്കാം. ഓരോ വിഷയങ്ങൾ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം. ഒന്ന്, മതസന്ദേശങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്? ഇതാണല്ലോ ഒന്നാമത്തെ കാര്യം. ഞാൻ ഇതിനോട് നീതി പുലർത്തുന്നു, 100% ഭീതിനില്ല. സഹോദരങ്ങളെ, മത വിശ്വാസങ്ങളെയും അതുപോലെ മത സന്ദേശങ്ങളെയും ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഉദാഹരണം 2-3 ഉദാഹരണങ്ങൾ പറയാം. എല്ലാ മത സമൂഹങ്ങളിൽ നിന്നും 2-3 ഉദാഹരണം. ലളിതം, വളരെ സുന്ദരം. കന്യകകൾ. ക്രിസ്ത്യാനികളിൽ കന്യകാ വിഭാഗം എന്നുള്ളൊരു വിഭാഗം ഉണ്ടല്ലോ. ദൈവത്തിന്റെ മണവാട്ടികൾ. അവർ വിവാഹം കഴിക്കാറില്ല, എല്ലാവർക്കും അറിയാം. അവർക്ക് ഈ ദുനിയാവിൽ വിവാഹം ഇല്ല. അത് ക്രിസ്തു മതാണോ? അല്ലേ? ഞാൻ പറയുന്നു ക്രിസ്തു മതല്ല. യേശു ക്രിസ്തു പഠിപ്പിച്ചതല്ല. അല്ല. യേശു ക്രിസ്തുവോ ബൈബിളോ പഠിപ്പിച്ചാണോ? അത് അല്ല. സെന്റ് പോൾ എന്ന് പറയുന്ന ജൂതൻ പഠിപ്പിച്ചാണ്. ആരാ സെന്റ് പോൾ? ജൂതനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശത്രു. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശത്രു ഈ സെന്റ് പോൾ, ശൗൽ എന്നാണ് പറയാ. ഈ ശൗൽ ജൂതനായിരുന്നു. ക്രിസ്തു മതത്തെ അതായത് യേശു ക്രിസ്തുവിന്റെ മെസ്സേജ്, സന്ദേശങ്ങൾ അത് തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജൂതനായ ശൗൽ മാമോദീസ മുക്കി ക്രിസ്ത്യാനിയായി അഭിനയിച്ചു. ക്രിസ്ത്യാനിയായി അഭിനയിച്ചപ്പോൾ അദ്ദേഹം ഒന്നാമതായി പറഞ്ഞെന്തറിയോ? ചേലാകർമ്മം വേണ്ടെന്നാണ്. യേശു ക്രിസ്തുവിനെ പറ്റി ബൈബിൾ പറയുന്നതോ 8-ാം നാള് പരിച്ഛേദനേറ്റു, ചേലാകർമ്മം ചെയ്തു. സെന്റ് പോൾ ആദ്യമായിട്ട് വന്നിട്ട് ക്രിസ്ത്യാനിയോട് പറയണെന്നറിയോ? ചേലാകർമ്മം വേണ്ട. അപ്പൊ ജൂതനതില്ല, ജൂതനെ അത് ഇല്ല. ലോകത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും പോയി ചെയ്യണ്ടോ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ശൗല ആദ്യമായിട്ട് ചെയ്തത് എന്താണ്? യേശു ക്രിസ്തു പഠിപ്പിച്ച ചേലാകർമ്മം നിർത്തിവെപ്പിച്ചു. ഒന്ന്, അപ്പോ അദ്ദേഹത്തിന്റെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എതിർത്തു. ഇത് ശരിയല്ല, ഇത് യേശുക്രിസ്തുവിന്റെ സന്ദേശമല്ല, ഇവൻ ആളപകടകാരിയാണ് എന്ന് സെന്റ് പോളിനെ കുറിച്ച്, ശൗലിനെ കുറിച്ച് അന്ന് പറഞ്ഞു. ശൗലാണ് ക്രിസ്തു മതം ഉണ്ടാക്കി. അതുകൊണ്ട് ലോകത്ത് വമ്പിച്ച പ്രശ്നങ്ങളുണ്ടായി. അത് മനസ്സിലാക്കുന്നവർക്ക്
ശരിക്ക് ചിന്തിക്കുന്നവർക്ക്, അടിസ്ഥാന വിഷയത്തിലേക്ക് കടക്കുന്നവർക്ക് അതെന്താ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വചനം എന്തറിയോ? സ്ത്രീയെ തൊടാതിരിക്കലാണ് നല്ലത്, സ്ത്രീയെ തൊടാതിരിക്കലാണ് നല്ലത് എന്നാ പറയണേ. സ്ത്രീയെ തൊടരുത്, കല്യാണം കഴിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് എഴുതിയല്ലോ, ഈ ലേഖനം എഴുതിയല്ലോ, അത് എഴുതാൻ അയാൾ ഉണ്ടായത് എന്തുകൊണ്ടാ? അയാൾ അച്ഛനും അമ്മയും തൊട്ടോണ്ടാ. എല്ലാവർക്കും തിരിഞ്ഞ് അയാൾ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചോണ്ടാണ് ശൗൽ ഉണ്ടായത്. എന്നിട്ട് മൂപ്പര് പറയാണ് സ്ത്രീയെ തൊടാതിരിക്കലാണ് നല്ലത്. ആ ജാതി വിളമ്പാൻ മൂപ്പരുണ്ടായത് എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചോണ്ടാണ്. തോന്നിയാസം പറയാന്ന് വിചാരിക്കരുത്, മനുഷ്യനെ പഠിപ്പിക്കാണ്ട് രക്ഷല്ല. അജ്ഞത നീക്കാതെ ഒരു രക്ഷയില്ല. സുഖിപ്പിച്ചിട്ട് കാര്യമല്ല ഇനിയുള്ള ലോകത്ത്. ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യേ പറയാവൂ, സത്യം ഉറക്കെ പറയുക, ധൈര്യമായി പറയുക. സത്യം പറയുന്നവർ നമ്മളാണെങ്കിൽ നമ്മുടെ കടപ്പാട് പടച്ചവനോട് മാത്രമേ ഉള്ളൂ, പടപ്പുകളോടില്ല, ആ വിഷയത്തിലില്ല. കാരണം അസത്യം കൊണ്ട് മനുഷ്യർ കേടുന്ന്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാന് ഒരു സ്വാമിജിയുമായി ഒരു ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു. അപ്പൊ സ്വാമിജി പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. 19 വയസ്സായി സ്വാമിജിക്ക്. അതിന് അദ്ദേഹം ന്യായം പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമം തോന്നി. കല്യാണം കഴിക്കാതിരിക്കലും കഴിക്കലും ഒരാൾ ഇഷ്ടമാണ്, പക്ഷെ സ്വാമിജി അതിന് ന്യായം പറഞ്ഞപ്പോ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടി വന്നു. എന്താ ന്യായം? ഹർത്താൽ പോലെ എപ്പോഴാ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ കിടന്നുറങ്ങി രാത്രി എനിക്കറിയാം നാളെ ഹർത്താലാണ്. ഹർത്താൽ പോലും അതിന്റെ ഭാവി പോലും അറിയാത്ത നാം ഒരു ദാമ്പത്യം കല്യാണം കഴിച്ചിട്ട് എന്താകും അറിയാത്തോണ്ട് ഞാൻ കിട്ടിയില്ല. അപ്പൊ സ്വാമിജി ഇരുന്നപ്പോ സ്വാമിജിന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു, സ്വാമിജി അച്ഛനും അമ്മയും ഇത് തീരുമാനിക്കാത്തോണ്ട് ഇത് പറയാൻ നിങ്ങൾ ഉണ്ടായി. സ്വാമിജിക്ക് കാര്യം മനസ്സിലായി. സ്വാമി വിവേകാനന്ദനും പറഞ്ഞിരുന്നു, ബ്രഹ്മചര്യമാണ് മോക്ഷത്തിനുള്ള മാർഗം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കല്യാണം കഴിക്കാതിരിക്കലാണ് മോക്ഷത്തിനുള്ള മാർഗം. സ്വാമി വിവേകാനന്ദന്റെ ഭാരത പര്യടനം മാത്രമല്ല, സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോള്യമായിരുന്നു. അത് 8 വോള്യമായി വികസിപ്പിച്ചു. അദ്ദേഹം ചിക്കാഗോയിൽ ചെന്നു, ലോക മതമഹാസമ്മേളനത്തിൽ പങ്കെടുത്തു. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക, അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, അമേരിക്കയിൽ ഏറ്റുവാങ്ങിയ സ്വീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന മതം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ച ഒരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതൊക്കെ പറയാൻ സ്വാമി വിവേകാനന്ദൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? സ്വാമി വിവേകാനന്ദൻ അച്ഛനും അമ്മയും ബ്രഹ്മചര്യം ആചരിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിൽ വിവാഹം, ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു, ഇസ്ലാമിൽ വിവാഹം മതത്തിന്റെ പാതിയാണ്. ഒരാൾ കല്യാണം കഴിയുന്നതിനോടുകൂടി മതത്തിന്റെ പാതി പൂർത്തീകരിച്ചു എന്ന മൗലിക തത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കല്യാണം വിവാദത്താണ്, ആരാധനയാണ്, ദൈവകൽപ്പനയാണ്, അത് ചെയ്യൽ നിർബന്ധമാണ്, അത് ഫിത്രത്താണ് എന്ന് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നു. ഇനി ഞാൻ പറയുന്നത്, കന്യകയാകാൻ അതിലെ ഏറ്റവും ദുരന്തം എന്താണ്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മള് ഇവിടെ ഒരു തോട്ടമുണ്ടായി, ആ തോട്ടം നിറയെ പന്നീർ പുഷ്പം വെച്ചു, പന്നീർ ചെടി നട്ടു. അതിലൊരൊറ്റൊന്നിലും പുഷ്പിക്കില്ല, ഒരൊറ്റ മുൾച്ചെടിയിലും പന്നീർ ഉണ്ടാവില്ല. എങ്കിൽ ലോകത്താരെങ്കിലും അത് വെച്ചേക്കുവോ? ഇല്ല. ഒരു തെങ്ങ് നട്ടു, കുറെ എണ്ണം, 50 എണ്ണം, ഒരൊറ്റ തെങ്ങിലും തേങ്ങ ഉണ്ടാവില്ല. ആരെങ്കിലും ആ തെങ്ങ് നിലർത്തു? ഞാൻ മെനയാന്ന് തിരുവനന്തപുരത്തായിരുന്നു. ഒരു ക്ഷേത്ര സമ്മേളനത്തിൽ പോയപ്പോ അവിടെ ചെന്നപ്പോ ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടി അവൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കന്യകയാകാൻ തീരുമാനിച്ച ആളാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, അല്ല മോളെ, ദൈവത്തിന് അബദ്ധം പറ്റിപ്പോയോ? ദൈവം പെണ്ണിനെ സൃഷ്ടിച്ചു, ഗർഭപാത്രവും കൊടുത്തു, മെൻസസ് പീരീഡും കൊടുത്തു, ഇതിനുള്ള സാഹചര്യം കൊടുത്തു, മുലയൂട്ടാൻ സ്ഥലവും ഒക്കെ നൽകിയിട്ട് ഇതൊന്നും ദുനിയാവിൽ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞ ദൈവം, അങ്ങനെ ദൈവം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ദൈവത്തിന്റെ ആ ഇഷ്ടം സമ്പാദിച്ചാൽ പിന്നെ മനുഷ്യതലമുറ ഇവിടെ ഉണ്ടാവുമോന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, അല്ല കുഞ്ഞെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായത് എന്താ? എല്ലാ പെണ്ണുങ്ങളും കന്യകളായ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം ആകുകയായിരുന്നു നാട്ടില് എന്ന് ചോദിച്ചപ്പോഴാണ് മോള് ചിന്തിച്ച്, അത് ഇനി മുതൽ ചിന്തിക്കാൻ. ഞാൻ പറഞ്ഞു, ഇനി മുതൽ ചിന്തിക്കാൻ നാളേക്ക് കാത്തുക്കണ്ട, ഇപ്പൊ ചിന്തിച്ചോ. അപ്പൊ ഞാൻ പറയുന്നത്, മതം എന്താണ്? ഇപ്പൊ കന്യകാ പട്ടം കിട്ടുന്നത് മതമല്ല, അത് മതവിരുദ്ധമാണ്, ദൈവത്തോടുള്ള നിഷേധമാണ്, ദൈവത്തിന്റെ കൽപ്പനക്കെതിരാണ്. മനുഷ്യൻ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ പറയുന്നത്, മതം എന്താണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. മതത്തിന്റെ പേരിൽ ഇവിടെ പലതും ഉണ്ട്. അതിനാ ഞാനിത് പറഞ്ഞത്. ഇത് മതല്ല. കല്യാണം കഴിക്കണം. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത് ഫല്യതസവ്വജ് അഅദ്ദു ലിൽ ബസർ ഫഅഹ്സനുൽ ഫറജ്. തിരുമേനിയുടെ വാക്കാ, നബി തിരുമേനിയുടെ വാക്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്താ പറയണേ? അല്ലയോ യുവാക്കളുടെ സമൂഹമേ, വിവാഹപ്രായാൽ ഉടനെ കല്യാണം കഴിച്ചോളി. നിങ്ങളെ കണ്ണിനെ നിയന്ത്രിക്കാനും ഗുഹ്യാവയവത്തെ സൂക്ഷിക്കാനും നിങ്ങൾക്ക് നല്ലത് അതാണ്.
നിങ്ങൾ സ്വവർഗരതിയിലും വ്യഭിചാരത്തിലും ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടിനെ, ഇണയൊത്ത പെണ്ണിനെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ബെഡ്റൂമിൽ അവിടെ കൊണ്ടുവരില്ല. നിങ്ങൾക്ക് നല്ലത് ധാർമ്മിക ജീവിതം നയിക്കാൻ അതാ നിയമം. പിതാ രക്ഷിതി കൗമാരേ ഭർത്തൃ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്ഥവിരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി എന്ന് പറയുന്ന അവിടെയാണ്. കല്യാണം കഴിക്കണം എന്ന് തന്നെ പറയണേ, ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയണമെന്നാ പറയണേ. അങ്ങനെ കഴിയണം എന്നാ പറയണത് അല്ലേ? ഇസ്ലാമിൽ അങ്ങനെയാണ്. എനിക്കറിയാം, ഇവിടെ ഈ നാടുകളിലൊക്കെ ചില സ്കൂളുകളുണ്ട്, അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം കുട്ടികളാണ് പഠിക്കുന്നത്. ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ചില അമുസ്ലിം ടീച്ചർമാരുണ്ട്, അവരുടെ കുട്ടികളുണ്ട്. അവിടെ കുറെ മുസ്ലിം കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അവിടെ പഠിപ്പിക്കാൻ കഴിയണത് അല്ലേ? അവിടെ ഒരാണായാലും പെണ്ണായാലും രണ്ട് മതി തന്നെ പല ടീച്ചർമാരെ പോസ്റ്റും തെറിച്ചു. പല മക്കളെയും പോസ്റ്റ് തെറിച്ചു. മനസ്സിലായി? ഇപ്പൊ എന്റെ നാട്ടിലൊരു സ്കൂളുണ്ട്, അവിടെ മദ്രസുകളുണ്ട്, ആ സ്കൂൾ നിലക്കണ്. അവിടെ മദ്രസിലെ സ്കൂൾ നിലക്കൂല, അത് ഹൈന്ദവ മാനേജ്മെന്റ് ആണ്. അത് നിലക്കണേ മുസ്ലിം മദ്രസ് വേണം, മുസ്ലിങ്ങൾക്ക് കുട്ടികൾ വേണം. മുസ്ലിങ്ങളുടെ കുട്ടികളെ തോതനുസരിച്ച് സ്കൂൾ വേണോ വേണ്ടേ എന്ന് സർക്കാർ തീരുമാനിക്കുന്നവരുണ്ട്. അപ്പൊ കുട്ടികളെ ആവശ്യമുള്ള ഘട്ടം വരും. അതുകൊണ്ട് ഇസ്ലാം ആ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഒരു മാർഗദർശനം ചെയ്തു. ഇപ്പൊ റഷ്യയിലും ചൈനയിലും ഒക്കെ പറയണെന്നറിയോ, കൂടുതൽ പ്രസവിച്ചോളീ. ഇന്ത്യ രാജ്യത്ത് ചെല്ലൊക്കെ പറയണെന്നറിയോ, 8 പ്രസവിച്ചോളീ. അപ്പൊ അതൊക്കെ എന്തറിയോ, മതം പഠിപ്പിച്ചിടത്തുനിന്ന് വിട്ടാ മതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ആരായാലും, ലോകത്താരായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും. ഞാൻ ഇനി ഗൗരവപ്പെട്ട ചില പോയിന്റിലേക്ക് കടന്നു പോവുകയാണ്. നോക്കേ, നിങ്ങൾക്കറിയാം സതിസമ്പ്രദായം നിലനിന്നിരുന്നു. സതിസമ്പ്രദായം ദൈവികമാണോ? അല്ല. വേദഗ്രന്ഥം പഠിപ്പിച്ചാണോ? അല്ല. സതിസമ്പ്രദായം നിലനിന്നത് ഒരു ശ്ലോകത്തിന് മാറ്റം വരുത്തിയിട്ടാണ്. എവിടെയും അക്ഷരങ്ങൾക്ക് പോലും മാറ്റം വരുത്താം ആർക്കും. അതിലെന്താന്ന് പറഞ്ഞാൽ, പെണ്ണിന് ഭർത്താവ് മരിച്ച പെണ്ണ് ചിതയിൽ ചാടണം. രൂപ് കൻവറൊക്കെ അതായിരുന്നല്ലോ. ഉത്തരേന്ത്യയിൽ രൂപ് കൻവർ ഈ അടുത്ത കാലത്ത് പോലും ചിതയിലേക്ക് ചാടുകയാണ്. പല പ്രാകൃത പ്രദേശങ്ങളിലും ഇത് ഇപ്പോഴും നിലക്കണു എന്നാണ് ചില പഠന റിപ്പോർട്ടുകൾ. സഹോദരങ്ങളെ, ശരിക്കും ആലോചിക്കുക. സതിസമ്പ്രദായം എന്ന് എന്തറിയോ? ഒരു ഉദാഹരണം, ബാലകൃഷ്ണേട്ടൻ മകളെ 18 വയസ്സ് വരെ പോറ്റി. 18ാമത്തെ വയസ്സിൽ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചതിന്റെ നെക്സ്റ്റ് വീക്കില് അവളുടെ ഹസ്ബൻഡ് ആക്സിഡന്റിൽ മരിച്ചാൽ ആ പെൺകുട്ടി ചിതലേ ചാടണം എന്ന്. അങ്ങനെ ഒരു സമ്പ്രദായം വില്യം ബെന്റിക് ബ്രൂവിന്റെ ഭരണകാലഘട്ടത്തിൽ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ലണ്ടനിൽ ഖബർസ്ഥാനുള്ള രാജാറാം മോഹൻ റോയ്, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ച രാജാറാം മോഹൻ റോയ്, അന്ധവിശ്വാസത്തിന് ശബ്ദിച്ച രാജാറാം മോഹൻ റോയ് ഈ രാജ്യത്ത് ഇണക്കാൻ കഴിഞ്ഞില്ല. അത് വേറെ വിഷയമാണ്. ആ രാജാറാം മോഹൻ റോയിയുടെയും വില്യം ബെന്റിക് ബ്രൂവിന്റെയും പരിശ്രമം, ആ പരിശ്രമത്തിനൊക്കെ ഈ സതി സമ്പ്രദായം നിർത്തലാക്കി. സതി ഉണ്ടാകാനുള്ള കാരണം എന്താ? അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി മുന്നോട്ട് ഗമിച്ചുകൊള്ളൂ എന്ന വാചകം മാറി അഗ്നേ തദ്ഗച്ഛതി ഭവതി, അഗ്നിയിലേക്ക് ഗമിച്ചുകൊള്ളൂ എന്ന് മാറ്റിയപ്പോ പൗരോഹിത്യം ഇവിടെ ഉണ്ടായി, ചൂഷണം ഇവിടെ ഉണ്ടായി, പെണ്ണിന് അഗ്നി ചാടേണ്ടി വന്നു അല്ലേ? പ്രവാചക തിരുമേനിയുടെ ഹദീസ് എന്താ? ലാ തംനൗ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ തടയരുത്. അത് തടഞ്ഞു പൗരോഹിത്യം. പള്ളിയിൽ പോകാതിരിക്കലാണ് ഇസ്ലാം എന്നവര് പറഞ്ഞു. മതം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. സ്ത്രീക്ക് കൊടുത്ത സ്വാതന്ത്ര്യം പോലും മതം കൊടുത്തിട്ടില്ല എന്ന് 4 ആള് പറയാനുള്ള കാരണം എന്താ? പൗരോഹിത്യം സ്ത്രീകൾക്കെതിരെ ശബ്ദിച്ചു അല്ലേ? അല്ലമൽ ഇൻസാന മാലം യാലം, അറിവില്ലാത്തത് മനുഷ്യരെ പഠിപ്പിച്ചു എന്നാ ഖുർആൻ പറയുന്നത്. വായിക്കുക മനുഷ്യരെ, പേന കൊണ്ട് എഴുതുക മനുഷ്യരെ എന്ന് പറഞ്ഞു. മനുഷ്യരിൽ ആണും പെണ്ണും പെടും. അല്ലമൽ ഇൻസാൻ മാലം യാലം, ഖുർആന്റെ 96-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചന. മനുഷ്യരോട് മുഴുവനും വായിക്കാൻ പറഞ്ഞു. ലോകത്ത് ഖുർആൻ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. മനുഷ്യരെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അങ്ങനെ വായന ഉജ്ജ്വലമാക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. ആണിനോടും പെണ്ണിനോടും 2 പേരോടും പഠിക്കാൻ പറഞ്ഞു. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ, നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഖുർആനും സുന്നത്തും മനുഷ്യരെ നിങ്ങൾ എല്ലാവരും പഠിക്കണം. അപ്പൊ ആണും പെണ്ണും പഠിക്കണം എന്ന് പറഞ്ഞു. പഠിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു, അതിന്റെ ലിമിറ്റേഷനും പറഞ്ഞു, എല്ലാം പറഞ്ഞു കൊടുത്തു മതം. പക്ഷെ അത് സ്വീകരിക്കാൻ മനുഷ്യർ തയ്യാറായില്ല. അപ്പം വാളുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ശുദ്ധി പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ സ്വാമി ദയാനന്ദ സരസ്വതി, ശുദ്ധി പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ ശ്രദ്ധാനന്ദ സ്വാമികൾ കൊല്ലപ്പെട്ടു. 20 വികാരജീവികളായ മുസ്ലിങ്ങളുടെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന പയ്യനാൽ കൊല്ലപ്പെട്ടു ഇന്ത്യയില്. എപ്പോ? രംഗീല റസൂൽ
എന്ന് പറയുന്ന പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്ന, പ്രവാചകനെ വളരെ മോശക്കാരനാക്കുന്ന ഒരു കൃതി രചിക്കപ്പെട്ടു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് കോപം വന്നു. അതിൽ 10-20 ചെറുപ്പക്കാർ ഒരുമിച്ചുകൂടി അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ സ്വാമികളെ കൊന്നു. അന്ന് മഹാത്മാഗാന്ധി കോപാകുലനായി പറഞ്ഞു, ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത്. മഹാത്മാഗാന്ധി പിന്നീട് തിരുത്തി. അദ്ദേഹം പഠിച്ചു, മനസ്സിലാക്കി, വാളുകൊണ്ടല്ല ഇസ്ലാം പ്രചരിപ്പിച്ചത്, ആശയം കൊണ്ടാണ് എന്ന് മഹാത്മാഗാന്ധി തിരിച്ചു പറയുകയും ചെയ്തു, തിരുത്തി പറയുകയും ചെയ്തു. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇസ്ലാം ഏറ്റവും രസകരമായ കുറച്ച് പോയിന്റ് ഞാൻ പറയുന്നു. ഇസ്ലാമിനെ ഏറെ പ്രതിക്കൂട്ടിൽ നിർത്തി എല്ലാരും എവിടെ ആര് ലോകത്ത് പൊതുവെ നമുക്കറിയാം, ഈ സെപ്റ്റംബർ 11 ശേഷം അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും തകർക്കപ്പെട്ടതിന് ശേഷം, ട്വിൻ ടവർ തകർക്കപ്പെട്ടതിന് ശേഷം ലോകത്ത് നിരന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇസ്ലാം ഈസ് എ ടെററിസം. ഇസ്ലാം ഭീകരവാദമാണ്, അല്ലെ? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എന്നാൽ തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. പൊളിച്ചടക്കി കൈ തരും ഞാനെന്ന്, ഇൻഷാ അല്ലാഹ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുമാണ്. ആരാ തീവ്രവാദി, ആരാ ഭീകരവാദി, ആരിലൊക്കെ ഇതുണ്ട്, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ കുത്തകയാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജനതയോടുള്ള വിരോധം, അനീതി പ്രവർത്തിക്കാൻ ആരെയും പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു ജനതയോടും, ഒരു നാടിനോടും, ഒരു സമൂഹത്തോടും അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് മാത്രമല്ല, APJ അബ്ദുൽ കലാം മരിച്ചപ്പോ അഖിലേന്ത്യാ തലത്തിൽ ഒരു വലിയ നേതാവ്, പേരൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ചൊടിപ്പിക്കണില്ല, അയാൾ പറയാണ് APJ അബ്ദുൽ കലാം മുസ്ലിം ആണെങ്കിലും തീവ്രവാദിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ജനിച്ചിട്ടും തീവ്രവാദിയാകാതെ പോയി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനൊക്കെ നേർക്കുനേരെ വർത്താനം പറയണം. അവനൊക്കെ ഇരുത്തിയിട്ട്, കാരണം എന്താ പറയുക, ഒരു ജനതക്ക് നേരെ തോന്നിയാസം പറയാം, ഒരു ജനാധിപത്യ രാജ്യത്തു നിന്നുകൊണ്ട് തോന്നിയാസം പറയാം, ഒരു ജനതക്ക് നേരെ വെറുതെ പറയാം. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടില് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുള്ള വിഭാഗം അറിയങ്ങള് മുസ്ലിങ്ങളാണ്. ഈ സത്യം ഇനി മറച്ചിടുക. ലോകത്തെ ഏറ്റവും സഹിഷ്ണുതയുള്ള ആളുകൾ, ഈ പോയിന്റ് നിങ്ങൾ അടിവരട്ടോ. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, ലോകത്തെ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത പിന്നെ ഉള്ള ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത്. ലോകത്ത് ടോളറൻസ് എന്ന് പറയുന്ന ഇൻടോളറൻസ് അല്ല, അത് അസഹിഷ്ണുതയാണ്. എന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയുള്ള വിഭാഗം മുസ്ലിങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് തെളിവ് സഹിതപ്പോ പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആലോചിക്കാറില്ല പലരും ചിന്തിക്കാറില്ല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ മിനിയാന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ കുറച്ച് ക്രിസ്ത്യാനികൾ, ഞാൻ അവരോട് ചോദിച്ചു, അല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് മുസ്ലിങ്ങൾ ചീത്ത പറഞ്ഞത് നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചു. ശരിക്കും ചിന്തിക്കണേ, യേശു ക്രിസ്തു എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച്, അവരുടെ ആരാധനാ കഥാപാത്രത്തെ കുറിച്ച് മുസ്ലിങ്ങൾ ചീത്ത പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളും ചിന്തിക്കണം, എല്ലാരും ചിന്തിക്കണം, ഉണ്ടോ? അവരൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ലാന്ന് തോന്നുന്നല്ല. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, മുഹമ്മദ് നബിയെ തെറി പറഞ്ഞ എത്ര പുസ്തക ക്രിസ്തീയ ലോകത്തുണ്ട്? അപ്പൊ അവരുടെ ഞങ്ങൾക്ക് എണ്ണ അറിഞ്ഞുകൂടാ, അത്രയുണ്ട്. ആഹാ, ക്രിസ്ത്യാനികളാ പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുന്ന പച്ചത്തെറി, ഇത് ഞാൻ വെറുതെ പറയല്ല. ഈ മഞ്ചേരി, നിങ്ങളുടെ യാത്ര ചെയ്താൽ മഞ്ചേരി എത്തും, മലപ്പുറത്ത് എത്തിയാൽ മഞ്ചേരിയിൽ മർക്കസുൽ ബിഷാറ നൽകുന്നുണ്ട്. ഞാനിത് വെറുതെ പറയല്ല, ഒരു മതസമൂഹത്തിനെതിരെ കടന്നാക്രമിക്കല്ല. വസ്തുതകളെ ശരിക്കും വിലയിരുത്തണം. നമ്മൾ മറച്ചു വെക്കരുത്. ഓം അസദുമാ സദ്ഗമയ തമസുമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഇതിനർത്ഥം? പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ് ഓം എന്ന് പറഞ്ഞാൽ, അല്ലേ? വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. ആ ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന എന്താ? നമ്മുടെ പ്രാർത്ഥന അസത്യത്തിൽ നിന്ന് സത്യത്തിൽ എത്തിക്കണേ, നോക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കണേ, അല്ലെ? നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിൽ എത്തിക്കണേ എന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥന. ആണല്ലോ. എങ്കിൽ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന പോയിന്റ് നിങ്ങള് നെഞ്ചകത്ത് കൊത്തിവെച്ചോളൂ. അതെന്താ? 1400 വർഷമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്നിട്ട്, ഇനി ഞാൻ പറയുന്ന പോയിന്റ്, സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും പേജുകളിൽ കുറിക്കുന്നവരും സ്റ്റേജിൽ കയറുന്നവരും ആയിട്ടുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ലോകത്ത് മഞ്ചേരി മർക്കസുൽ ബിഷാറ എന്നിറങ്ങിയ ഒരു പുസ്തകം ഇന്നുണ്ട്. ആ പുസ്തകത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് അവരെ എഴുതുന്നെന്നറിയോ? മുഴുകുടിയനായിരുന്നു മുഹമ്മദ് ആരായിരുന്നു? കള്ളുകുടിയനായിരുന്നു. നഊദു ബില്ലാഹ്, കള്ളുകുടിയനായിരുന്നു.
എന്നിട്ട് മാത്രമല്ല കള്ള് കുടിച്ചു കുടിച്ച് മത്തനായിട്ട് ചാണകക്കൂനയിലേക്ക് മറഞ്ഞു വീണ് വായിൽ ചാണകം കയറിയിട്ടാണ് ആ മുഹമ്മദ് നബി മരിച്ചു പോയത്. ഈ കേരളത്തിലാ പറഞ്ഞു. യൂറോപ്യൻ രാജ്യത്ത് ഇതല്ലാത്ത വേറൊന്നും ക്രിസ്ത്യാനികൾ രചിച്ചിട്ടില്ല. മുഹമ്മദ് നബിയെ തക്കം കിട്ടിയ തെറി പറയാം, ചീത്ത പറയാം. സത്യം, ഇത് ഞാൻ വെറുതെ പറയണല്ല. ഇനി നിങ്ങൾ ആലോചിക്കണം, എന്താ പറഞ്ഞേ? മദ്യപിച്ച് മത്താടിയിട്ട് മതോന്മത്തനായി ചാണകക്കൂനയിൽ മറഞ്ഞു വീണു. നഊദു ബില്ലാഹ്. ആർണോൾഡ് ടോയംബി എന്ന് പറയുന്ന ഒരു മഹാചിന്തകനും എഴുത്തുകാരനുണ്ട്. ആർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ലോകത്ത് മദ്യത്തിനെതിരെ ശബ്ദിക്കുകയും ഒരു തുള്ളി മദ്യം കുടിക്കാതിരിക്കുകയും മദ്യമുക്തമായ 20 ഭൗതിക സാമ്രാജ്യങ്ങളെ നിർമ്മിക്കുകയും ചെയ്ത ലോകത്തൊരൊറ്റ ആൺകുട്ടിയേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ്. ജീവിതകാലത്ത് ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ലാത്ത നബിയെ കുറിച്ച് ക്രൈസ്തവര് പറയുന്നത് എന്താണ്? മദ്യപിച്ച് ചാണകക്കുടയിൽ വീണുപോയി. അപ്പൊ ക്രൈസ്തവന്റെ മനസ്സിൽ സഹിഷ്ണുത ഉണ്ടോ? ആലോചിച്ചോ? എല്ലാ ക്രിസ്ത്യാനികളും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പൊളിച്ച് എഴുതി തീർത്തിട്ടേ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ഇതെനി മനസ്സിലാക്കിയിട്ടില്ല. എന്നറിയോ? മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അത് ഉണ്ടാകരുത്. ഞങ്ങൾ ഒരു ജനതക്ക് നേരെയില്ല. സത്യം, ഒരു ക്രിസ്ത്യാനിയെ തല്ലാൻ ഞങ്ങൾ മുസ്ലിങ്ങളില്ല, ഒരു ഹിന്ദുവിനെയും തല്ലാൻ ഞങ്ങളില്ല. പശുവിനെ കെട്ടിയിട്ട് ആരാധിച്ചാലും ഞങ്ങൾ ഒരു ഹിന്ദുവിനെയും തല്ലൂല. ഇല്ല, ഒരു പന്നിയെ കെട്ടിയിട്ട് ക്രിസ്ത്യാനി അങ്ങ് ആരാധിച്ചു, എന്നാലും ഓനെ ഞങ്ങൾ തല്ലൂല. അത് വിഷയം വേറെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട്, കാരണം എന്താ അറിയോ, അഭ്യക്തതകളുടെ കരിനിഴൽ വീഴാൻ പാടില്ല ഒരു കാര്യത്തിലും. ഇനി ഇങ്ങ് കേൾക്കണോ? പ്രവാചക തിരുമേനിയെ കുറിച്ച് ഏറ്റവും ചീപ്പായി ക്വസ്റ്റ്യൻ പേപ്പർ പോലും തയ്യാറാക്കി, അല്ലെ? അയാളെ കൈവട്ടിയത് അതിനേക്കാൾ വലിയ ഭീകരത. അത് വേറെ വിഷയം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ മുഹമ്മദ് നബിക്കെതിരെ എത്ര ലഘുലേഖകളുണ്ട് അറിയാം നിങ്ങൾക്ക്? എന്നാൽ ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. ഇതാ, എല്ലാരും ശ്രദ്ധിച്ചോളണം കേട്ടോ, എല്ലാരും ശ്രദ്ധിച്ചോളണം. ഈ കടലാസ് എല്ലാരും കണ്ടോ? ഇത്ര വലുപ്പത്തിൽ ഈസാ നബിയെ ചീത്ത പറഞ്ഞ ഒരു ലഘുലേഖ 1450 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മുസ്ലിങ്ങൾ രചിച്ചതായി ഹാജരാക്കാൻ കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ പ്രസംഗിക്കില്ല. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ യേശുക്രിസ്തുവിനെ ചീത്ത പറയുന്ന, അത് മാത്രമല്ല, ഞാൻ സ്വാമിജി ഇരിക്കുന്ന സദസ്സിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു മോശമായ ധാരണ മനസ്സ് വെച്ചാൽ പോലും മുസ്ലിം ആവില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു മോശമായ ധാരണ, ലളിതമായി ഞാൻ ഒന്നോട് പറയാം. ഒരു ക്രിസ്ത്യാനി ഇവിടെ വന്നു വിചാരിച്ചോ, അയാൾക്ക് അവിടെ ഒരു മൈക്കും വെച്ചു കൊടുത്തേ, അയാൾ മുഹമ്മദ് നബിയെ കുറിച്ച് എന്തൊക്കെ തെറി പറഞ്ഞാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അയാൾ എന്തൊക്കെ തെറി പറഞ്ഞാലും, ഈ ഭാഗത്ത് ഒരു മുസ്ലിം നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, ഈസാ നബിയെ കുറിച്ച് പറയുമ്പോ എന്താ പറയാറിയോ? സ്റ്റേജിലിരിക്കുന്നവര്, സദസ്സിലിരിക്കുന്നവര് എന്താ പറയാന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, അലൈഹിമുസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. എന്താ ഇതിനർത്ഥം എന്നറിയോ? ഈസാ നബിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ. ആര്? ഒരു മുസ്ലിം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ക്രിസ്ത്യാനികളുമായി സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടികൾ തുറന്നു പറയാണ്, ഉസ്താദേ, ഞങ്ങൾക്ക് വെറുപ്പായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഞങ്ങൾ ജനിച്ചത് മുതൽ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ഞങ്ങൾക്ക് 5 ആ 5-ൽ ഒരാള് ഈസാ നബിയാണ്, ജീസസ് ക്രൈസ്റ്റ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളോ മുഹമ്മദ് നബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പഠിക്കുന്നത്. ഞങ്ങൾ ഈസാ നബിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ വളരുന്നത്. തീർന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കേ, നിങ്ങൾക്ക് ആയിഷ ബീവിയുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ക്രിസ്ത്യാനി കുട്ടികൾ പറയില്ല. നിങ്ങൾക്ക് ഖദീജത്തുൽ കുബ്രയായി ബന്ധമുണ്ടോ ചോദിച്ചു. ഇല്ല. ഞങ്ങൾക്ക് ആസിയുമായി ബന്ധമുണ്ട്, മറിയം ബീവിയുമായി ബന്ധമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പൊ ആർക്കാ കൂടുതൽ സ്നേഹവും ബന്ധവും? എല്ലാവരോടും. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞു, ഇങ്ങനൊന്നും ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഇന്ന് ഞാൻ വരുമ്പോ പോലും അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ദുബായിൽ നിന്നൊരു കുട്ടി വിളിക്കാൻ, ഒരു ചെറുപ്പക്കാരൻ, ഹനീഫ എന്നെങ്ങാണ്ടാണ് അവന്റെ പേര്, കാസർഗോട്ടുകാരനാണ്. അപ്പൊ അവനെ ചില പള്ളിയിലച്ചന്മാര് പിടിച്ചതാണ്, ചില പള്ളിയിലച്ചന്മാര്. എന്നിട്ട് പള്ളിയിലച്ചന്മാർ ആദ്യമായിട്ട് അവനിൽ കുത്തിവെക്കുന്ന എന്താ അറിയുന്നത്? നിങ്ങൾ ശരിക്കും ആലോചിക്കണം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വെറും സ്ത്രീലമ്പടനല്ല മോനെ. ഹനീഫാനോട് ചോദിക്കാണ്, ആര്? ലോഹട്ട പള്ളിയിലച്ചൻ ചോദിക്കാണ്, മോനെ, മുഹമ്മദ് 9-ൽ കൂടുതൽ കെട്ടിയ കാമഭ്രാന്തനല്ല മോനെ. അപ്പൊ ചെറിയോനെ കാര്യമൊന്നും അറിയില്ലല്ലോ. ഓനും വിചാരിക്കണേ, ശരിയാണ്, 9 കെട്ടി ആരാ ഉള്ളത്? അപ്പൊ അവന്റെ മനസ്സിൽ പള്ളിയിലച്ചൻ കൊടുക്കണ എന്താണ്? മുഹമ്മദ് നബി കാമഭ്രാന്തനാണ് എന്നാണ്. നിങ്ങൾ ആലോചിക്കണം. ഇതാണ് ക്രൈസ്തവ ലോകം. ഇസ്ലാമോ?
യേശുക്രിസ്തുവിനെ കുറിച്ച് മോശമായ ഒരു വാക്ക് ചിന്തിച്ചാല് ഓ മുസ്ലിം ആവില്ല. ഇനി ഞാന് 9 മണിവരെ സ്വാമിജി, എന്തിനറിയോ, സ്വാമിജിയെ പോലെയുള്ള ആളുകൾ പല സമ്മേളനങ്ങളും പങ്കെടുക്കും. ഇസ്ലാം എന്താന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല, അപകടം വരും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഒരു വചനം വായിച്ച് കേൾപ്പിച്ചു തരട്ടെ. ഞെട്ടലോടല്ലാതെ ഒരു മനുഷ്യനത് കേൾക്കാൻ പറ്റില്ല. എങ്ങനെ ഞെട്ടല്? ഭീതി കൊണ്ടുള്ള ഞെട്ടലല്ല, ആശ്ചര്യം കൊണ്ടും അത്ഭുതം കൊണ്ടും ഇസ്ലാം എന്താണെന്ന് അറിയാൻ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇംറാനിലെ 83, 84, 85 വചനങ്ങൾ മനസ്സിരിച്ച് വായിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം വായിച്ച് കളിപ്പിച്ചു തരാം. എന്താ? എന്നിട്ട് ഖുർആൻ 84-ാമത്തെ വചനത്ത് പറയുന്നതറിയോ? മുഹമ്മദിനെ വിളിച്ചിട്ട് അല്ല പറയാൻ, മുഹമ്മദേ, ലോകത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ട്. മുഹമ്മദേ, നീ ഒരു പുതിയ മതവുമായിട്ടാണ് വന്നത്, നീ ഒരു പുതിയ പ്രവാചകനായിട്ടാണ് വന്നത്. വേറെല്ലാ മതങ്ങളെയും പ്രവാചകന്മാരെയും ചീത്ത പറയുകയും അവരെ തള്ളിക്കളയുകയും അതൊന്നും വേണ്ടാന്ന് പറയുകയും ഇതൊരു പുതിയ മതമാണെന്ന് പറയുകയും ഞാനാണ് ഏക പ്രവാചകൻ എന്ന് പറയുകയും അങ്ങനെ ഏക പ്രവാചകൻ, ഏക ഗ്രന്ഥം. ഇത് ഞാൻ വെറുതെ പറയല്ല. കഴിഞ്ഞ ഫെബ്രുവരി 1-ന് BJPയുടെ സെൽ കോർഡിനേറ്റർ ബി ഗോപാലകൃഷ്ണൻ അന്ന് ഉദ്ധരിച്ച ഏറ്റവും പ്രധാനമായ കാര്യം എന്തായിരുന്നു? അന്ന് ഉന്നയിച്ച ഇസ്ലാമിന്റെ ന്യൂനത അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ മറന്നോ? അതെന്തായിരുന്നു? ഏക പ്രവാചകൻ, ഏക ഗ്രന്ഥം എന്ന സിദ്ധാന്തം ആർഷഭാരതത്തിനില്ല. അനേക പ്രവാചകന്മാർ, അനേക ഗ്രന്ഥങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അതിന് സൂപ്പറായിട്ട് വിവരണവും കൊടുത്തിരുന്നു.